ഹായ്, എല്ലാവർക്കും സ്വാഗതം. യാദ് കർണ ഇന്നത്തെ നമ്മളെ സ്പോക്കൺ ഹിന്ദിയുടെ എന്താണ് 60 ഡേയ്സാണ്. നമ്മൾ 60 ഡേയ്സാണ് ടാർഗറ്റ്. അപ്പോൾ 60 ഡേയ്സിലെ നമ്മളെ ക്ലാസ്സുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇന്നത്തെ ക്ലാസ് എന്താണ്. 60 ഡേയ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് യാദ് കർണ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓർത്ത് വെക്കുക എന്നാണ് അർത്ഥം. ടീക്കെ, യാദ് കർണ. ടീക്കെ, ബൈ യാദ് കർണ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കുക. ടീക്കെ, ഏ കാം യാദ് കർണ എന്ന് പറഞ്ഞാൽ ഈ പണി ഓർത്ത് വയ്ക്കണം എന്നാണ് അർത്ഥം. ഏ കാം യാദ് രഖന എന്ന് പറയാം. ടീക്കെ, ഏ കാം യാദ് രഖന എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വർക്ക് ഓർത്ത് വെക്കുക. ടീക്കെ, അതുപോലെ തന്നെ ഏ കാം യാദ് രഖന അല്ലെങ്കിൽ ഏ കാം യാദ് കർണ എന്ന് പറഞ്ഞാൽ ഈ കാം ഓർത്ത് വയ്ക്കുക എന്നാണ്. ടീക്കെ, യാദ് കർണ ഓർത്ത് വയ്ക്കുക അല്ലെങ്കിൽ യാദ് രഖന എന്ന് പറഞ്ഞാലും ഓർത്ത് വയ്ക്കുക. യാദ് ദിലാന. ടീക്കെ, യാദ് ദിലാന എന്ന് പറഞ്ഞാൽ എന്നെ ഓർമ്മിപ്പിക്കണം എന്നാണ്. ഓക്കെ, യാദ് ദിലാന എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നെ ഓർമ്മിപ്പിക്കണം എന്നാണ്. ടീക്കെ, ബൈ കൽ മുജെ യാദ് ദിലാന എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നെ നാളെ ഇതൊന്ന് ഓർമ്മിപ്പിക്കണം. ടീക്കെ, ഈ കാം മുജെ കൽ യാദ് ദിലാന എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ വർക്ക് എന്നെ നാളെന്ന് ഓർമ്മിപ്പിക്കണം എന്നാണ്. ടീക്കെ, ഏ കാം മുജെ കൽ യാദ് ദിലാന എന്ന് പറഞ്ഞാൽ ഈ വർക്ക് എന്നെ നാളെന്ന് ഓർമ്മിപ്പിക്കണം. അപ്പം എന്തായി, ബൈ കൽ ഈ മേരക്കോന യാദ് ദിലാതന എന്ന് പറയും. ടീക്കെ, അല്ലെങ്കിൽ മേരക്കോ എന്ന് പറയരുത്, മേരക്കോ ഇൻഫോർമലാണ്. ഏ മുജ്കോ യാദ് ദിലാന എന്ന് തന്നെ പറയണം. ടീക്കെ, അപ്പം എന്തായി, ബൈ ഏ മുജെ കൽ യാദ് ദിലാന എന്നും പറയാം. ഓക്കെ, അപ്പം എന്തായി, ബൈ ഏ മുജെ കൽ യാദ് ദിലാന. ടീക്കെ, യാദ് ദിലാന അല്ലെങ്കിൽ ധ്യാൻ ദിലാന എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുക എന്നാണ്. ടീക്കെ, യാദ് കർണ എന്ന് പറഞ്ഞാൽ ഓർക്കുക, യാദ് ദിലാന ഓർമ്മിപ്പിക്കുക. ടീക്കെ, അപ്പോൾ ധ്യാൻ ദിലാന എന്ന് നമുക്ക് പറയാം. ടീക്കെ, ധ്യാൻ കർണ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ തന്നെ പറയാം. ഓക്കെ, അതാണ് ധ്യാൻ ദിലാന അല്ലെങ്കിൽ ധ്യാൻ യാദ് ദിലാന. യാദ് ദിലാന എന്ന് പറഞ്ഞാൽ ഓർമ്മിപ്പിക്കുക. ടീക്കെ, ഏ കാം യാദ് ദിലാന എന്ന് പറഞ്ഞാൽ ഈ പണി എന്നെ ഓർമ്മിപ്പിക്കണം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു, യാദ് കർണ, യാദ് ദിലാന. ടീക്കെ, അല്ലെങ്കിൽ യാദ് ധ്യാൻ ദിലാന. ടീക്കെ, മുജെ യാദ് ദിലാദേന എന്ന് നമുക്ക് പറയാം. ടീക്കെ, മിലാന. മിലാന എന്ന് പറഞ്ഞാൽ എന്താണ്, സോറി മാന. മിലാന അല്ല, മിലാന എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നാണ്. ഓക്കെ, അടുത്തെന്താണ് മാന. മാന എന്ന് പറഞ്ഞാൽ എന്താണ്, മേരി ബാത്ത് മാനോ നമ്മൾ പറയാറില്ലേ, ബൈ മേരി ബാത്ത് മാനോ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്നെ വിശ്വസിക്കൂ. ടീക്കെ, മേരി ബാത്ത് മാനോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. മേരി ബാത്ത് മാനോ. മേരി എന്തുകൊണ്ട് വന്നു, അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും മേരി തന്നെ പറയണം. കാരണം എന്താണ്, ബാത്ത്, ഈ ബാത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സംസാരമില്ലേ, അതെന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ്. ഓക്കെ, അപ്പോൾ മേരി ബാത്ത് മാനോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കൂ. ടീക്കെ, മേരി ബാത്ത് മാനോ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ടീക്കെ, മേരി ബാത്ത് സുനോ എന്ന് പറഞ്ഞാൽ അന്ന് കേൾക്കുക. അപ്പോൾ മേരി ബാത്ത് മാനോ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. ബൈ മാനോ. ടീക്കെ, മാനോ യാർ യേ मैं सही कह रहा हूँ. भाई मानो. ടീക്കെ, മാനോ मैं സഹി കെ റഹാഹും എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറയുന്നത് സത്യമാണ്. ടീക്കെ, മൈ മാനോ. ടീക്കെ, മേ സഹി കെ റഹാഹും. ടീക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, ഞാൻ പറയുന്നത് സത്യമാണ്. ടീക്കെ, ബൈ മേരി ബാത്ത് മാനോ മേ സഹി കെ റഹാഹും ഞാൻ പറയുന്നത് കേൾക്കൂ. ടീക്കെ, ഞാൻ പറയുന്നത് സത്യമാണ്. ടീക്കെ, മേരി ബാത്ത് മാനോ ഞാൻ പറയുന്നത് കേൾക്കൂ. മേരി ബാത്ത് മാനോ മേ സൈ കേ റഹാഹും എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കും, ഞാൻ പറയുന്നത് സത്യമാണ്. ടീക്ക്, സമജന. സമജന എന്ന് പറഞ്ഞതാണ് സംജാന രണ്ടുമുണ്ട് അല്ലേ. അപ്പം സംജാന എന്ന് പറഞ്ഞാൽ എന്താണ്, മനസ്സിലാക്കിപ്പിക്കുക, ഒരാളെ മനസ്സിലാക്കിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയും, നമ്മൾ സംജാന എന്ന് പറയും. സമജന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ടീക്ക്, मैं समझ गया. भाई मैं समझ गया. मैं समझ गया हूँ എന്ന് പറഞ്ഞാൽ ഞാൻ, എനിക്ക് മനസ്സിലായി അല്ലേ. മുझे समझ में आ गया. മുझे എനിക്ക് समझ में आ गया എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് മേ
മുജെ സമജ് മേ ആ ഗയാ, എനിക്ക് മനസ്സിലായി എന്ന് നമുക്ക് പറയണമെങ്കിൽ എങ്ങനെ പറയണം? മുജെ സമജ് മേ ആ ഗയാ, എനിക്ക് മനസ്സിലായി. ടീക്കേ, എങ്ങനെ പറയും? മുജെ സമജ് മേ ആ ഗയാ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ടീക്കേ, ഉസ്കോ സംജാന മുഷ്കിലേ ബൈ, അവനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കൽ വലിയ പാടാണ് അല്ലേ, നല്ല കഷ്ടപ്പാടാണ്. മുഷ്കിലേ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്. അപ്പോൾ ഉസ്കോ സംജാന അല്ലെങ്കിൽ ഉസേ സംജാന മുഷ്കിലേ എന്ന് പറഞ്ഞാൽ ഉസേ സംജാന മുഷ്കിലേ ബൈ, അവനെ പറഞ്ഞ് ബൈ ഉസേ സംജാന മുഷ്കിലേ. ठीक है, मैं तो समझ गया बट उसको समझाना മുഷ്കിൽ അല്ലെങ്കിൽ ഉസേ സംജാന മുഷ്കിൽ, എനിക്ക് മനസ്സിലായി പക്ഷെ അവനോട് പറയൽ, മനസ്സിലായിപ്പിക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. ठीक है, वो समझ गया, वो समझ गया എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലായി, അല്ലെങ്കിൽ वो समझ गई, അവക്ക് മനസ്സിലായി. वो समझ गई എന്ന് പറഞ്ഞാൽ അവക്ക് മനസ്സിലായി. ठीक है, ആ ബൈ वो तो समझ गई എന്ന് പറഞ്ഞാൽ അവക്ക് മനസ്സിലായി. അപ്പം സംജന സംജാന രണ്ടും വ്യത്യാസമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. നമ്മൾ 60 ദിവസത്തിൻ്റെ ക്ലാസ്സാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.